ഇത് എത്തിയപ്പം തന്നെ എല്ലാരും ഓരോ പീസ് എടുത്ത് കയ്യിൽ ഹാഫ് മാത്രമേ ഉള്ളൂ ഇപ്പൊ. സൂപ്പർ ആയിട്ടുണ്ട്. എനിക്കല്ല പൈസ നോക്കുമ്പോൾ ഇത്ര അഫോർഡബിൾ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഫിഷാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. തുടച്ച് മേടിച്ച് അടിപൊളിയായി തിന്നിന്. എനിക്ക് ഇവിടുത്തെ ബീഫാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അമ്മ നല്ല സമാധാനത്തിലും ഇന്ന് തിന്നെല്ലാം കഴിയും. ഇപ്പം വന്ന സ്ഥിതിക്ക് ഇനിയിപ്പം വന്നു പോവാന്നാണ് എന്നെ പേടി. കാരണം ഇത് എല്ലാരും കൂടിയിട്ട് ശരിക്കും എവിടെയാ പോന്നെ? കള്ള് ഷാപ്പിലേക്ക്. അങ്ങനെ നമ്മള് നമ്മുടെ കള്ള് ഷാപ്പിൽ എത്താനായി. എവിടെ ആന്റി? കള്ള് ഷാപ്പിലേക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എല്ലാ ടീംസും ഉണ്ട്. മെയിൻ ആണ് അമ്മമ്മ. കള്ള് ഷാപ്പ് ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോ ചിത്രീകരിക്കുന്നതും ശിക്ഷാർഹമായി. ഇപ്പം ചോദിച്ചപ്പോൾ 50,000 വരെ ഫൈൻ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പുറത്തൊക്കെ ആ കള്ള് ഷാപ്പ് പറയുമ്പോ നമ്മളെല്ലാം കള്ളുകൂടിയും മറക്കുവേ. ഫുഡ് മാത്രം. അപ്പം ഞണ്ടുണ്ട് എന്ന് കേട്ടത് കൊണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി. നമ്മൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് സെറ്റ് എത്തിയിരിക്കുകയാണ്. ഇതെന്ത് മീനാ? കടുവ. നമ്മൾ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി, നൂൽപുട്ട്, വെള്ളയപ്പം, പത്തിരി, പിന്നെ ഇത് കടുവ മീന്, ഇത് താറാവ്, ഇത് ബീഫ്, ഞണ്ട്, പിന്നെ കപ്പ. ബീഫ് സൂപ്പറാ. ഇതാണ് താറാവ്. നമുക്ക് താറാവിൻ്റെ ഒരു പീസ് കഴിച്ചു നോക്കാം. രസമുണ്ടോ? കറി മാത്രം കൂട്ടി വെക്കാം നമുക്കത്. താറാവിനെ കാണുമ്പോൾ ചിക്കൻ പോലെ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്? പുറത്തുനിന്ന് ആള് കടിച്ചാൽ വെറുതെ ആയി. ഇങ്ങനെയൊന്നും ആരും വിചാരിക്കൂല. ഫസ്റ്റിലത്തെ ട്രിപ്പ് ഓൾമോസ്റ്റ് ഫിനിഷായി. എന്നിട്ട് നമ്മൾ രണ്ടാമതൊന്നും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. മുള്ളലുണ്ടപ്പാ. കണ്ട വെക്കറക്കെല്ലാം ഭാര്യ വായിലിടല്ലേ? ഞമ്മടെ കണ്ട വെക്കറക്ക് ഭാര്യ വായിലിടണ്ടാന്ന് മുള്ളിൻ്റെ അകത്ത. ഇന്നാണ് ശരിക്കും അമ്മമ്മ ഞണ്ട് കൂട്ടിയത്. എന്നാ ഞണ്ടിന്റെ കാലിതാ നിൽക്കേ. നിൽക്ക് വേണം നമ്മളെ. ഇതാ നീ എന്നെ കടിച്ചു പൊട്ടിച്ചോ? അതായിരിക്കും വേണ്ട. ഞണ്ട് വേണ്ടിക്കത്തിന്നോ? അമ്മമ്മ എടുക്കട്ടടാ. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് പറഞ്ഞ ഐറ്റാണ് ഈ ഒരു കടുവ ഫ്രൈ. ഇത് എത്തിയപ്പം തന്നെ എല്ലാരും ഓരോ പീസ് എടുത്ത് കയ്യിൽ ഹാഫ് മാത്രമേ ഉള്ളൂ ഇപ്പൊ. വീട്ടിൽ നിന്നായാലും ഇപ്പം മീനൊക്കെ തിന്നുമെന്ന് പറഞ്ഞാൽ തലയൊന്നും ഞാൻ തിന്നൂല. തല വേറെ തന്നെ പൊട്ടിച്ചിട്ട് നിത്യക്കങ്ങ് കൊടുക്കും. മറ്റുള്ളത് മാത്രമേ ഞാൻ തിന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഞാൻ തിന്ന് കഴിഞ്ഞാലും അതിൻ്റെ മുള്ളിൽ ചിലപ്പം കുറച്ച് എന്നാൽ അതിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിത്യമാണ് തിന്നുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊട്ട് തിന്നാൻ പറ്റുമെങ്കിൽ, എല്ല് തിന്നാൻ പറ്റുമെങ്കിൽ എല്ല് വരെ ഉള്ളു തിന്നു. മീനിൻ്റെതാണ്, ചിക്കൻ കഴിക്കില്ല. ഞണ്ട് ഇത്രയും തിന്നിന് അമ്മമ്മ കണ്ട. ഇതിനോട് കണ്ട 2 ചപ്പാത്തിയും 3 കഷ്ണം ഞണ്ടും.
നിത്യേന്റെ ചെരുപ്പെല്ലാം മറന്നു. ഇവിടുത്തെ മണം അടിച്ചപ്പം തന്നെ നിത്യേന്റെ ബോധം പോയി. ഗൈസ്, ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? എല്ലാ ഫുഡും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായി. കാരണം ഇപ്പം ബീഫ് ആയി കഴിഞ്ഞാലും വേറെ എന്ത് ഫുഡ് ആയി കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഓതന്റിക് ടേസ്റ്റ് ശരിക്കും ഫീൽ കിട്ടി. എല്ലാത്തിനും നമുക്ക് ഒന്നും രസമില്ല എന്ന് പറയാനല്ലോ. അതിൻ്റെ ഫുഡ് ഐറ്റംസിൻ്റെ ആയാലും അല്ലെ ബാക്കിയുള്ളതായാലും എല്ലാം അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്കല്ല പൈസ നോക്കുമ്പോൾ ഇത്ര അഫോർഡബിൾ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായി. ഏറ്റവും കൂടുതൽ ഫിഷാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിനെ തുടച്ച് മേടിച്ച് അടിപൊളിയായി തിന്നിന്, നല്ല രസമുണ്ടായി. എനിക്ക് ഇവിടുത്തെ ബീഫാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അമ്മക്ക് ഞണ്ട്, അമ്മ നല്ല സമാധാനത്തിലും ഇന്ന് തിന്നെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അമ്മക്ക് വേറെ ആശയൊന്നുമില്ല. ഇന്ന് ഞണ്ട് പറഞ്ഞതാണ്. പക്ഷേ വന്ന് നോക്കുമ്പോഴേക്ക് ഫുഡ് ഇനിയിപ്പം വന്ന സ്ഥിതിക്ക് ഇനിയിപ്പം വന്നു പോവോന്നാണ് ഇനി പേടി. കാരണം ഇത് ഫുഡിന് അഡിക്റ്റ് ആയി പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒറ്റയ്ക്ക് വരുമ്പോ അത് പറ്റുള്ളൂ. അപ്പൊ ഇത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഇവിടെ പറശ്ശിനിക്കടവ് പോകുന്ന വഴിയുള്ള പൂവത്തംകുന്ന് കള്ള് ഷാപ്പാണ്.